ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണ ഭട്ടതിരി നാരായണപാദങ്ങളിൽ സമർപ്പിച്ച നറുനവനീതത്തെ ആ നാരായണ ഭക്തിയുടെ ഉദാത്തമായ ഗ്രന്ഥത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ആസ്വാദനത്തിൻ്റെ ദിവ്യമായ 206-ാമത്തെ ദിവസം, 20-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ഇത് ഋഷഭദേവൻ്റെ കഥയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഋഷഭദേവൻ്റെ മൂത്തപുത്രനായ ഭരതനെക്കുറിച്ച് ഇന്നലെ നമ്മൾ 6-ാമത്തെ ശ്ലോകത്തിൽ അനുസ്മരിച്ചു. ഇനി മറ്റു പുത്രന്മാരെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാ ത്വശീതിസ്തവ ശേഷപുത്രാസ്തപോബലാൽ ഭൂസുരഭൂയമീയൂ. നവ യോഗിവരാ അഭവൻ അന്യേ നവാതു ഭാരതവർഷഖണ്ഡാൻ അപാലയൻ സൈകാ അശീതി തവ ശേഷപുത്രാ തു തപോബലാത് ഭൂസുരഭൂയം ഈയു. നവ യോഗിവരാ അഭവൻ. ഈ 100 പുത്രന്മാരുണ്ടായി ജയന്തിയിൽ. അതിൽ
ജ്യേഷ്ഠനും ശ്രേഷ്ഠനും ഭരതനാണ്, ഭരത ചക്രവർത്തിയാണ്. അപ്പോൾ ബാക്കി 9 പേര്, ഈ 99-ൽ 9 പേര് യോഗി ശ്രേഷ്ഠന്മാരായി മാറി. 9 പേര് അന്യേ നവതു ഭാരതവർഷഖണ്ഡാൻ അപാലയൻ. മറ്റ് 9 പേര് ഈ ഭരതന് കീഴിൽ ഭാരതവർഷ ഖണ്ഡത്തെ, ഭാരതവർഷത്തിൻ്റെ പല ഭാഗങ്ങളെ വേണ്ട പോലെ പരിപാലിച്ചു. സൈക അശീതി തവ ശേഷപുത്രാതു. അവിടുത്തെ ബാക്കിയുള്ള പുത്രന്മാർ അവരെത്ര പേരാണ്? 80-ഉം 1-ഉം 81 പേര്. അവരൊക്കെ തന്നെ തപോബലാൽ ഭൂസുരഭൂയം ഇയു. ഭൂസുരൻ അതാരാണ്? ഭൂസുരൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. അപ്പൊ 81 പേര് ബ്രാഹ്മണ്യം പ്രാപിച്ചു എന്ന് പറയുന്നു. ആദ്യത്തെ ആ ഭരതനെക്കുറിച്ച് ഭരതന്റെ പേര് പറഞ്ഞു. പിന്നീട് 9 പേര് ആ നവയോഗികൾ എന്നറിയപ്പെടുന്നത് കവിർ ഹരിർ അന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്രോധ ദ്രുമിളശ്ചമസ കരഭാജന. ഇതാണ് ഈ 9 പേര്. ഇവരെയാണ് നവയോഗികൾ എന്ന് പറയുക. ഈ നവയോഗികളെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ ഭാഗവതത്തിലാണെങ്കിൽ ഏകാദശ സ്കന്ധത്തിലാണ് കേൾക്കുക. ഏതായാലും ആ ഋഷഭദേവൻ്റെ 100 മക്കളെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ രംഗം ഉപസംഹരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. നവാഭവൻ യോഗിവരാ നവാന്യേ ത്വപാലയൻ ഭാരതവർഷഖണ്ഡാൻ സൈകാത്വശീതിസ്തവ ശേഷപുത്രാസ്തപോബലാൽ ഭൂസുരഭൂയമീയൂ. നാരായണ 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 ഋഷഭമൂർത്തേ. 9 പുത്രന്മാർ യോഗി ശ്രേഷ്ഠന്മാരായിട്ടു മാറി. 9 പേർ ഭാരതത്തെ പരിപാലിച്ചു. ബാക്കിയുള്ള പുത്രന്മാരോ അത്യദ്ഭുതമായിട്ടുള്ള തപശക്തി കൊണ്ടു ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചു. നാരായണ 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 ഋഷഭമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ.